ഒരു സ്കൂളിലെ എല്ലാ വിദ്യാർത്ഥികളും സ്വന്തം പുസ്തകം പ്രകാശനം ചെയ്യുക. തികച്ചും വ്യത്യസ്തമായ വായനാ ദിനാചരണവുമായി ഇടുക്കി ജില്ലയിലെ നെടുങ്കണ്ടം വിദ്യാഭ്യാസ ഉപജില്ലയിലുള്ള പച്ചടി ശ്രീനാരായണ LP സ്കൂൾ. ഒന്നാം ക്ലാസ് മുതൽ 4ാം ക്ലാസ് വരെയുള്ള സ്കൂളിലെ മുഴുവൻ കുട്ടികളും സ്വന്തമായി പുസ്തകം രചിച്ചിരിക്കുന്നു. അത് വായനാ ദിനവുമായി ബന്ധപ്പെട്ട് പൊതുവേദിയിൽ പ്രകാശനം ചെയ്യുകയും ചെയ്തിരിക്കുന്നു. ഒപ്പം സ്കൂൾ അസംബ്ലിയിൽ സ്വന്തം കഥകളും കവിതകളും അവതരിപ്പിക്കുകയും ചെയ്യുന്നു. ഒരിടത്തൊരിടത്ത് ഒരു മാൻ ആമയും ഉണ്ടായിരുന്നു. മാനിന് അഹങ്കാരം ഉണ്ടായിരുന്നു. കുട്ടികൾ എഴുതിയ പുസ്തകങ്ങൾ സ്കൂൾ ലൈബ്രറിയിലേക്കാണ് സംഭാവന നൽകുക. കഴിഞ്ഞ 3 വർഷമായി പച്ചടി SNLP സ്കൂൾ ഈ പ്രവർത്തനം നടത്തിവരുന്നു. പച്ചടി ശ്രീനാരായണ LP സ്കൂളിൽ ഈ വർഷത്തെ വായനാ ദിനവും വായനാ വാരാചരണവും വ്യത്യസ്തമായ പരിപാടികളോടുകൂടിയാണ് നടത്തപ്പെടുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത്, ഒരുപക്ഷെ നമ്മുടെ നാട്ടിൽ ആദ്യമായിട്ട് കുട്ടികൾ 1ാം ക്ലാസ് മുതൽ 4ാം ക്ലാസ് വരെ പഠിക്കുന്ന മുഴുവൻ കുട്ടികളും സ്വന്തമായിട്ട് അവരുടെ പഠന പ്രവർത്തനങ്ങളുടെ ഭാഗമായി എഴുതി തയ്യാറാക്കിയ സ്വന്തം പുസ്തകങ്ങളുടെ വായനയാണ് ഇത്തവണത്തെ ഏറ്റവും വലിയ വിശേഷം എന്ന് പറയുന്നത്. പക്ഷേ അധ്യാപകർ അവരുടെ പഠന പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ട് വിവരണം തയ്യാറാക്കുക, കഥ എഴുതുക, കവിത പൂരിപ്പിക്കുക, സ്വന്തമായി കവിത രചിക്കുക, പ്രകൃതി നടത്തം, പ്രകൃതി വിവരണം, അങ്ങനെയുള്ള പഠന പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ട് ഉണ്ടാകാവുന്ന ഉൽപ്പന്നങ്ങളാണ് അവരുടെ പോർട്ട്ഫോളിയോയിലൂടെ കുട്ടികളുടെ സ്വന്തം ബുക്കായിട്ട് മാറിയത്. ഇതിനോടകം 550-ലേറെ പുസ്തകങ്ങൾ കുട്ടികളുടെ വകയായി സ്കൂളിൽ എത്തിക്കഴിഞ്ഞു. ക്ലാസ്സിലെ പഠന പ്രവർത്തനങ്ങളുടെ ഭാഗമായി തയ്യാറാക്കുന്ന കഥകൾ, കവിതകൾ, വിവരണങ്ങൾ, കുസൃതിക്കണക്കുകൾ, ചിത്രങ്ങൾ എന്നിവയാണ് കുട്ടികളുടെ പോർട്ട്ഫോളിയോ, കയ്യെഴുത്തു മാസിക എന്നിവയിലൂടെ തരംതിരിച്ച് എഡിറ്റ് ചെയ്ത് വർഷാവസാനം അധ്യാപകർ പുസ്തക രൂപത്തിലേക്ക് മാറ്റുന്നത്. ഒരു വിദ്യാലയത്തിലെ എല്ലാവരെയും എഴുത്തുകാരാക്കിയ ത്രില്ലിലാണ് പച്ചടി സ്കൂളിലെ അധ്യാപകരും രക്ഷിതാക്കളും. കൈരളി ന്യൂസ്, ഇടുക്കി.